ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള നല്ലൊരു ചക്ക കൊണ്ടുള്ള തനി നാടൻ അടയാണ് നമ്മളിവിടെ തയ്യാറാക്കാനായിട്ട് പോകുന്നത്, ഇലയട. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് വരിക്കച്ചക്കയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ പീസാക്കി അരിഞ്ഞാണ് എടുത്തിട്ടുള്ളത്. കൂഴച്ചക്കയാണ് എടുക്കുന്നതെങ്കിൽ നമ്മൾക്ക് ഇതേപോലെ അരിഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല, പൊടിയുടെ കൂടെ ഇട്ട് കുഴച്ചാൽ മതിയാവും. ഇപ്പം ഞാനിവിടെ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഒരു 1.5 കപ്പ് അളവിൽ ഞാൻ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അപ്പം അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് നമ്മൾക്ക് ചൂടുവെള്ളത്തിലാണ് നമ്മളുടെ ഈ ഇലയടയ്ക്കുള്ള മാവ് കുഴച്ചെടുക്കേണ്ടത്. ചൂടുവെള്ളം എന്ന് പറഞ്ഞാൽ നല്ല തിളച്ച വെള്ളമാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ തിളച്ച വെള്ളം ആയതുകൊണ്ട് തന്നെ ഞാനിവിടെ ഒരു തവി കൊണ്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി മാവ് ഒന്ന് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് ഉരുളകളാക്കി എടുക്കണം. അപ്പോൾ ഇനി നമ്മളുടെ ഈ ഇലയടയ്ക്കുള്ള ഫില്ലിങ് നമ്മൾക്ക് തയ്യാറാക്കി എടുക്കാം. അപ്പം അതിനായിട്ട് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള നമ്മുടെ ചക്കയിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ശർക്കരയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓൾറെഡി നമ്മളുടെ ചക്കയ്ക്ക് നല്ല മധുരം ഉള്ളതാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾക്ക് ശർക്കര ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നീട് ഞാനിവിടെ ചതച്ചെടുത്തിട്ടുള്ള ഏലക്കയും അതുപോലെ തന്നെ ചെറിയ ജീരകവും ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് നല്ലതുപോലെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ മിക്സ് ചെയ്യുന്ന സമയത്ത് ശർക്കരയെല്ലാം ലൂസായി നമ്മളുടെ ആ ഫില്ലിങ് നല്ല ഫൈനായിട്ട് കുഴഞ്ഞു കിട്ടും. അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മളുടെ മാവെല്ലാം തണുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെറിയ ഉരുളകളാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് അട ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ എന്തായാലും ഇലയട തയ്യാറാക്കുമ്പോൾ നമ്മൾക്ക് എന്തായാലും വാഴയില വേണം. അപ്പോൾ കഴുകി വൃത്തിയാക്കിയ വാഴയിലയിലേക്ക് നമ്മളിങ്ങനെ ഓരോ ഉരുളകളുണ്ടല്ലോ അതിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ പരത്തി കൊടുക്കാം. പരത്തി കൊടുത്തതിന് ശേഷം പിന്നീട് നമ്മൾക്ക് ഈ ഫില്ലിങ്ങും തയ്യാറാക്കി ആവിയിൽ വേവിച്ചെടുത്താൽ നമ്മളുടെ ഇലയട, അതായത് ചക്ക കൊണ്ടുള്ള ഇലയട, വളരെ ഹെൽത്തി ആയിട്ടുള്ള ഇലയട നമ്മൾക്ക് റെഡിയായി കിട്ടും. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ തയ്യാറാക്കി എടുക്കുക. അപ്പം ഞാനതൊന്നും മുഴുവനായിട്ടും ഷൂട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഒരു 15 മിനിറ്റോളം നമ്മൾ ആവിയിൽ വേവിച്ചു. നമ്മളുടെ വളരെ ഹെൽത്തിയും ടേസ്റ്റി ആയിട്ടുള്ള ഇലയട ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു വളരെ ചെറിയൊരു കുഞ്ഞു വീഡിയോ ആണ്. എല്ലാവരും ഇലയട തയ്യാറാക്കി നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും വീഡിയോയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ പറയാനും മറന്നു പോകരുത്. അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. ടാറ്റാ, ബൈ ബൈ, സീ യു ഫ്രണ്ട്സ്.